നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു കംപ്ലീറ്റ് ഫൺ ത്രില്ലർ റൈഡ് ചിത്രമാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മെൽക്കോ പോണ്ടിച്ചേരി എന്നാണ് ചിത്രത്തിന് പേരായി നൽകിയിട്ടുള്ളത്. അർജുൻ അശോകൻ, അൽത്താഫ്, ബാലു വർഗീസ് ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ കമന്റ് വഴി ഒരാൾ ചോദിച്ച ഒരു സിനിമ അപ്ഡേറ്റ് ആയിരുന്നു വാടിവാസൽ എന്ന ചിത്രത്തിന്റെ. ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റ് ഞാൻ മെസ്സേജ് പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ക്ലീൻ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റഡ് വർക്കുകൾ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്തല്ലെങ്കിൽ തുടങ്ങാൻ അടുത്ത് നിന്ന ടൈമിലായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ വർക്കുകളൊക്കെ നോക്കിയപ്പോൾ അതിൽ കുറേ റിസ്ക് എലമെൻറ്റ്സ് ഒക്കെ ഉള്ളത്. ഈ ഒരു ജല്ലിക്കെട്ടുകാളായിട്ടുള്ള ഫൈറ്റൊക്കെ നല്ല സേഫ്റ്റി ചെയ്തില്ലെങ്കിൽ സൂര്യക്ക് നല്ല രീതിയിൽ തന്നെ പണി കിട്ടും. ഓൾമോസ്റ്റ് ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളും അതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് സ്ക്രിപ്റ്റിലും ഡെവലപ്മെൻറ്റ് വരുത്തി കുറച്ചുകൂടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വരാൻ കുറച്ച് ഗ്യാപ്പ് വരും. ആ ഒരു ഗ്യാപ്പിൽ വെട്രിമാരൻ ഇപ്പോൾ അരസൻ എന്ന സിംബു ചിത്രത്തിൽ കമ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആയാലും നടന്നു പോവുകയാണ്. സൂര്യയ്ക്കായാലും നല്ല രീതിയിലുള്ള ലൈനപ്പും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇപ്പോൾ വെട്രിമാരൻ ആ ഒരു ചിത്രത്തിൽ നിന്ന് ഏകദേശം അരസൻ എന്ന ചിത്രം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു ചിത്രത്തിന്റെ വർക്കിലോട്ട് ജോയിൻ ചെയ്യുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തെ പറ്റിയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനകത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു പോവുകയാണ്. അന്യഭാഷയിൽ നിന്ന് ആക്ടേഴ്സ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ട്. പിന്നെ അടുത്ത ചോദിച്ച കമന്റ് വഴി ചോദിച്ചിട്ടുള്ള അപ്ഡേറ്റ് കത്തനാർ എന്ന ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയാണ്. കത്തനാർ എന്ന ചിത്രത്തിന്റെ റിലീസ് മോസ്റ്റ്ലി ജൂലൈയിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മൺസൂൺ സ്പെഷ്യലായിട്ട് പുറത്തിറക്കുമെന്നാണ് കൺഫേം ആക്കിയിട്ടുള്ളത്. ഇതിൽ ഓണം പ്രമാണിച്ച് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് വരത്തില്ല. അന്ന് വമ്പൻ ചിത്രങ്ങളുണ്ട്. ജൂണിലും വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ജൂലൈയിൽ ചിത്രത്തിന്റെ റിലീസ് വരാനുള്ള ചാൻസ് ഹൈ തന്നെയാണ്. ബേസിൽ ജോസഫ്, ടൊവിനോ, വിനീത് ശ്രീനിവാസൻ കൂട്ടുകളിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതിരടി എന്ന ചിത്രം. ചിത്രം വരുന്ന മെയ് 14 വെള്ളോടെ തിയേറ്ററിലേക്ക് റിലീസിന് താറ്റിക്കുന്നത്. ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ്. ലാലേട്ടന്റെ ദൃശ്യം 3ക്ക് മുമ്പേ ദൃശ്യം 2 വീണ്ടും റിലീസായി തിയേറ്ററിലേക്ക് റിലീസിന് താൻ പോവുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 10 ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് ദൃശ്യം 2 റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യനായകന് ഈ വരുന്ന മെയ് 14 തിയേറ്ററിലേക്ക് റിലീസ് എത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കറുപ്പ് എന്ന ചിത്രം. ചിത്രത്തിന്റെ തേർഡ് സിംഗിളിനെ പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വീക്കിൽ തന്നെയാണ് ചിത്രത്തിന്റെ തേർഡ് സിംഗിൾ പുറത്തിറക്കാൻ ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാസ് സോങ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. തലവർ രജനികാന്ത് നായകനെ പുറത്തിറക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തലവർ 173 എന്ന ചിത്രം. ഡോൺ ചിത്രത്തിന്റെ ഡയറക്ടറുള്ള സിബി ചക്രവർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള ശോഭനയും ബേസിലും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ എൻഡോടെ ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം അടുത്ത വർഷം പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താനാണ് നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് രംഗനാഥ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലവ് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ലൈക്ക് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അതിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഡ്രാഗൺ, ഡ്യൂഡ് ആ ഒരു ചിത്രത്തിന്റെ ഒക്കെ തന്നെ വൈബ് അടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങാനും അതുപോലെ ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു 100 കോടിയൊക്കെ അടിക്കുകയാണെങ്കിൽ അടുത്തൊരു റെക്കോർഡും കൂടെ പ്രദീപ് രംഗനാഥ് സ്വന്തമാക്കും. കാരണം അടുപ്പിച്ച് 100 കോടി കിട്ടിയ ഒരു യങ് ആയിട്ടുള്ള ആക്ടർ എന്ന റെക്കോർഡ്. കാരണം ശിവകാർത്തികേയന് പോലും ആ ഒരു കൺസിസ്റ്റൻസി അടുപ്പിച്ച് നല്ലൊരു റെസ്പോൺസ് കിട്ടി 100 കോടി അടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രദീപിന് ജസ്റ്റ് 3 സിനിമകൾ കൊണ്ട് തന്നെ ഭയങ്കര രീതിയിലുള്ള സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് വലിയ കൊമേഴ്ഷ്യൽ സിനിമകളൊന്നും അല്ല, ജസ്റ്റ് കഥ പറഞ്ഞു പോകുന്ന ചെറിയ സിനിമകൾ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്ന സിനിമകളാണ് പുള്ളി വലിയ സക്സസിലോട്ട് തന്നെ എത്തിക്കുന്നത്. അല്ലു അർജുനെ മല്ലു അർജുനാക്കാൻ സഹായിച്ചിട്ടുള്ള ചില ചിത്രങ്ങളായിരുന്നു ആര്യ, ഹാപ്പി ബി ഹാപ്പി എന്നീ ചിത്രങ്ങൾ. ഇതിൽ പലവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിത്രമായിരുന്നു ഹാപ്പി ബി ഹാപ്പി. അന്ന് ഈ ഒരു ചിത്രം നമ്മുടെ കേരളത്തിൽ നിന്ന് 150 ദിവസത്തോളം ഓടി ഭയങ്കര റെക്കോർഡൊക്കെ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 8 അല്ലു അർജുൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വീണ്ടും റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആട് ഫ്രാഞ്ചൈസിയിൽ നിന്ന് ഏറ്റവും പുതിയ തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ആട് ചിത്രത്തിന്റെ 3ാം ഭാഗം. ആട് ചിത്രത്തിന്റെ 3ാം ഭാഗം ഇപ്പോൾ ടോട്ടൽ വേലുവായിട്ട് 113 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലും കുറച്ചുകൂടെ കളക്ഷൻ കൂടുതൽ നേടിയെടുക്കാൻ സാധിച്ചതാണ്. ഈ ഒരു ചിത്രം ഇപ്പോൾ 17 ദിവസം കൊണ്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി രൂപയ്ക്ക് വേണ്ടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് ഭയങ്കര റെക്കോർഡ് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. കാരണം ലാലേട്ടൻ്റെ 4 ചിത്രങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി അടിച്ചിട്ടുള്ളത്. നെസ്ലിൻ്റെ 2 ചിത്രങ്ങൾ, ടൊവിനോയുടെയും 2 ചിത്രങ്ങളാണ്. അതിലൊരു മൾട്ടി സ്റ്റാർ ചിത്രമുണ്ട്. നിവിൻ്റെയും ജയസൂര്യയുടെയും ഫഹദിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കല്യാണിയുടെ എല്ലാം ഒരു ചിത്രം. ജയസൂര്യയുടെ ആദ്യമായിട്ടാണ് ഒരു ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി കളക്ഷൻ കളക്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോ കൗണ്ടും കളക്ഷനും ഒക്കെ ഇപ്പോഴും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മലയാളം ആക്ടേഴ്സ് അന്യഭാഷയിൽ പോയി നിരവധി സിനിമകളിൽ ലീഡ് റോളും ക്യാമിയോ റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ലീഡ് റോളിൽ ചെയ്തിട്ട് ഒരു ചില സിനിമകൾ ഹിറ്റാകാം, ചിലത് ഫ്ലോപ്പ് ആകാം. പക്ഷേ അവിടെ പോയി 100 കോടി അടിച്ചിട്ടുള്ള ഒരു ആക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ദുൽഖറാണ്. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രം തെലുങ്ക് സിനിമയായിട്ട് പോലും അത് 100 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ചിത്രത്തിന് 2ാം ഭാഗം വരുന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടറുള്ള വെങ്കി അല്ലൂരി ഇപ്പോൾ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യയ്ക്ക് വേണ്ടി ഒരു ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രം. ആ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം
ലക്കി ഭാസ്കറിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വെങ്കി അടൂരി എന്തായാലും ഈ ലക്കി ഭാസ്കറിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിന് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.